ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടത്താനായിരുന്നു തനിക്ക് ആഗ്രഹമെങ്കിലും എല്ലാ ചടങ്ങുകളും കൂടി വലിയ രീതിയിൽ വിവാഹം ആഘോഷിക്കുക എന്നത് വലിയ സ്വപ്നമായിരുന്നു അനുമോൾക്ക്. പ്രീ വെഡിംഗ്, ബ്രൈഡ് ടു ബി, ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ ഷൂട്ട് തുടങ്ങി ആഗ്രഹിച്ച എല്ലാ ചടങ്ങുകളും ഭംഗിയായി തന്നെ നടന്നു. ഇനിയും അതിന്റെ ഫോട്ടോകൾ വരാനുണ്ട്. തമിഴ് വെഡിംഗ് ലുക്കിലെ ഒരു ഫോട്ടോഷൂട്ട്, ക്രിസ്ത്യൻ വെഡിങ്ങിലെ ഫോട്ടോഷൂട്ട്, അങ്ങനെ എല്ലാം വരാനുണ്ട് ഇനി. തമിഴ് പശ്ചാത്തലമുള്ള ഭുവനേഷിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേകം തമിഴ് വെഡിംഗ് ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ രാവിലത്തെ ചടങ്ങ്, അതായത് ഗുരുവായൂരിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് നടന്നത്. വിളിച്ച എല്ലാവരും വന്ന് വളരെ കുറച്ചു പേരെ, അതായത് 100 പേരിൽ താഴെ പേരെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും വിളിച്ചിരുന്നുള്ളൂ. കല്യാണത്തിനാണെങ്കിൽ ഒരു 50 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും റിസപ്ഷന് വിളിച്ചു. വിചാരിച്ചതിനേക്കാൾ നന്നായി എല്ലാം നടന്നതിന്റെ സന്തോഷത്തിലാണ് അനുമോൾ. കോസ്റ്റ്യൂം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും ഇതിന്റെ ഡിസൈനുകളെല്ലാം വളരെ സൂപ്പറായിട്ടുണ്ടെന്നും നല്ലതാണ് എന്നും താൻ വന്നിരുന്നപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ടായിരുന്നു. കോസ്റ്റ്യൂം വളരെ സൂപ്പറായിട്ടുണ്ടെന്നും ഭുവൻ അഭിപ്രായം പറയുന്നുണ്ട്. ഭുവൻ അറിയില്ലായിരുന്നു റഫറൻസിന്റെ കാര്യം. കാരണം കോസ്റ്റ്യൂമിനെ പറ്റി ഭുവൻ ഒന്നും അറിയില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭുവന്റെ മേക്ക് ഓവർ മുഴുവൻ ഞാനാണ് തിരഞ്ഞെടുത്തത്. റിസപ്ഷന്റെ ഔട്ട്ഫിറ്റ് പോലും ഭുവൻ അറിയില്ല. അളവ് മാത്രം എടുത്തു കൊടുത്തു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചടങ്ങിന്റെയും വസ്ത്രം ഭുവനേഷ് അന്നാണ് കാണുന്നത്. വിവാഹത്തിന്റെ അന്നാണ് ഭുവനേഷ് ഡ്രസ്സുകളെല്ലാം കാണുന്നത്. പക്ഷെ ഇതുവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭുവൻ പറയാത്തത് അനുമോൾക്ക് വലിയ സന്തോഷമാണ് ഒരുക്കിയത്. കുറച്ച് ക്ഷീണത്തിനായിരുന്നെങ്കിലും ഭുവന് അനുമോൾ ഒരുക്കിയ സർപ്രൈസ് ഡ്രസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു. ഭുവനേഷിന്റെ പ്രൊഫഷനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും നടനാണോ അതോ മറ്റ് എന്തെങ്കിലും മേഖലയാണോ എന്നുള്ളത് വഴിയെ വ്ലോഗിലൂടെ വ്യക്തമാക്കുമെന്നും അനുമോൾ പറഞ്ഞു. കൂടാതെ വരാനിരിക്കുന്ന വീഡിയോകളിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വലിയ സർപ്രൈസ് കൂടി കാത്തുവച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു. ഭുവന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാം. വേറെന്താ, പിന്നെ ഭുവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ഞാൻ പതിയെ എൻ്റെ വ്ലോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ കാണിക്കാൻ പോകുന്നത് എല്ലാം കല്യാണ വിശേഷങ്ങളും ഹൽദി, മെഹന്തി, പ്രീ വെഡിങ് വിശേഷങ്ങളും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു വെച്ചു. അതുകൂടാതെ വേറൊരു സർപ്രൈസും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോക്കാകും. ഭുവൻ എന്തായാലും എല്ലാം സിമ്പിളായിട്ട് നടത്തണം എന്നായിരുന്നു ആഗ്രഹം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം അത് മതി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ താൻ പറഞ്ഞു, ഇല്ല, കല്യാണം ഒന്നേ ഉള്ളൂ ഭുവ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്, എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡ് ആയിട്ട് നടത്തണം, ഇതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വയ്ക്കണം എന്നൊക്കെ തൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭുവനെ നിർബന്ധിച്ചാണ് അനുമോൾ എല്ലാ വിവാഹത്തിലും എത്തിച്ചത്. വിവാഹ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ച് ഇൻഫ്ലുവൻസറും നടിയുമായ അനുമോൾ രംഗത്ത് വന്നിരുന്നു. തന്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അനുമോൾ ഈ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഭർത്താവ് ഭുവനേഷുമൊത്തുള്ള രസകരമായ അനുഭവങ്ങളും വിവാഹ ചടങ്ങുകളുടെ വിവരങ്ങളുമാണ് അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന പ്രധാന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും അടക്കം 100ഓളം പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മറ്റുള്ളവർക്കായി ഒരു വലിയ റിസപ്ഷനും ഒരുക്കിയിരുന്നു. വിവാഹത്തിനായുള്ള വസ്ത്രങ്ങളും ഔട്ട്ഫിറ്റുകളും തിരഞ്ഞെടുക്കുന്നതിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ചുമതലയും അനുമോൾക്ക് തന്നെയായിരുന്നു. അളവുകൾ മാത്രം നൽകിയ ഭുവനേഷിനായി എല്ലാ വസ്ത്രങ്ങളും സർപ്രൈസായി അനുമോൾ തന്നെയാണ് പ്ലാൻ ചെയ്തത്. തനിക്കായി ഒരുക്കിയ കോസ്റ്റ്യൂമുകളും ഡിസൈനുകളും ഏറെ ഇഷ്ടപ്പെട്ടതായി ഭുവനേഷും വ്യക്തമാക്കി.